എല്ലാവർക്കും നമസ്കാരം. എത്ര തന്നെ പറയേണ്ടെന്ന് വിചാരിച്ചാലും എന്തെല്ലാം സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാലും മതം എന്നതൊരു യാഥാർത്ഥ്യമാണ്, ജാതി എന്നത് അതിനേക്കാൾ വലിയ സത്യമാണ്. ഈ ജാതിയും മതമൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ചെറുപ്പക്കാരികളുമൊക്കെ പ്രണയത്തിലേക്ക് പോകുന്നുണ്ട്. ഇന്ത്യയിലെ നിയമമനുസരിച്ച് രജിസ്റ്റർ വിവാഹം നടത്താം, ലിവിങ് ടുഗദറായിട്ട് വിവാഹം കഴിക്കാതെ ജീവിക്കാം, താലി കെട്ടി ജീവിക്കാം, താലി കെട്ടാതെ ജീവിക്കാം, പള്ളിയിൽ പോയി വിവാഹം നടത്താം, എന്ത് വേണോ ചെയ്യാൻ പറ്റുന്നൊരു സമൂഹമാണ് നമ്മൾ. ഈ ഒരു ജനാധിപത്യത്തിൻ്റെ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ഒരുപാട് പ്രവണതകൾ കേൾക്കുന്നുണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ കോതമംഗലത്ത് നടന്നൊരു സംഭവമാണ്. എല്ലാവർക്കും സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി സംഭാവനകൾ അയച്ചു തരിക, നിങ്ങൾ പരസ്യങ്ങൾ അയച്ചു തന്ന് സഹായിക്കുക. അങ്ങനെ ജനങ്ങളുടെ ചാനലായി ഇത് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുക. സോന എന്നൊരു പെൺകുട്ടിയുടെ അച്ഛൻ ഒരു കൃത്യമായൊരു കാരണമില്ലാതെ ദുരൂഹമായ സാഹചര്യത്തിൽ 1 മാസം മരിക്കുന്നു. ഈ പെൺകുട്ടിയെ റമീസ് എന്ന് പറയുന്നൊരു മുസ്ലിം യുവാവ് സ്നേഹിക്കുന്നു. അതിൽ തെറ്റില്ല, പ്രണയിക്കാം. പക്ഷെ പ്രണയിച്ചതിന് ശേഷം മതം മാറാൻ നിർബന്ധിക്കുന്നു. വീട്ടിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. വാപ്പയും ഉമ്മയും കൂടി മർദ്ദിക്കുന്നു. വേണമെങ്കിൽ പോയി മരിച്ചോളാൻ പറയുന്നു. പെൺകുട്ടി വന്ന് ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ കുറിപ്പെഴുതി വെക്കുന്നു. ഇതിൻ്റെ പേര് തന്നെയല്ലേ ലവ് ജിഹാദ് എന്ന് പറയുന്നതിൻ്റെ വേറെ രൂപം? എന്താണ് ഇതൊക്കെ നടക്കുന്നത് ഇവിടെ? മുസ്ലിം മതപണ്ഡിതന്മാർ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്, വളരെ ഗൗരവമായൊരു വിഷയമുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ സമുദായത്തിലോ മതത്തിൽ നിന്ന് മാത്രമേ വിവാഹം നടത്താവൂ എന്നുള്ളതിൻ്റെ കാര്യത്തിൽ വളരെ കർശനമായി നിൽക്കുക. ഹിന്ദു മതത്തിൽ നിന്നോ ക്രിസ്ത്യൻ മതത്തിൽ നിന്നോ ആളുകളെ വിവാഹം കഴിക്കാൻ ഒരു സാഹചര്യത്തിലും അനുവദിക്കാതിരിക്കുക. ഇനി വിവാഹം കഴിച്ചാൽ മതം മാറാനുള്ള സ്വാതന്ത്ര്യം എന്തിനാണ്? മതം മാറണം എന്നെന്തിനാണ് നിർബന്ധിക്കുന്നത്? മതം മാറ്റിയില്ലെങ്കിലും അങ്ങനെ ഒരു നിയമം നിങ്ങൾ ചിന്തിക്കണം. ആധുനിക കാലഘട്ടമായി, കാലം മാറി, ഇനി മതം മാറി വന്നാലേ പറ്റുള്ളൂ എന്ന് പറയുന്നതിനകത്തൊരു കഥയുണ്ടോ? ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ അവർക്കിഷ്ടപ്പെട്ട ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടും. അവർ സ്വന്തമായി ജീവിക്കട്ടെ, അവർ രജിസ്റ്റർ മാരേജ് ചെയ്ത് ജീവിച്ചോട്ടെ. പക്ഷേ അത് സംഘടിതമായ മതം മാറ്റമാകുമ്പോഴും ഇനി അതിനേക്കാൾ കേൾക്കുന്നത് ഇങ്ങനെ മാറ്റുന്ന പെൺകുട്ടികളെ സിറിയയിലേക്ക് കൊണ്ടുകൊടുത്താൽ നല്ല കാശ് കിട്ടുമെന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സമൂഹത്തിൽ. അതൊക്കെ നമുക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. കേരള സ്റ്റോറി വന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്, അതിൻ്റെ സംവിധായകരെയൊക്കെ നമ്മൾ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരവും കിട്ടിയപ്പോൾ വല്ലാതെ നമ്മളതിനെ ട്രോളി മറിച്ച് വളഞ്ഞിട്ട് ആക്രമിച്ചു. പക്ഷേ ഇത് കേരള സ്റ്റോറി ആവുകയാണോ? എത്ര കേസുകളാണ് ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നത്? കാസ എന്ന് പറയുന്നൊരു സംഘടന എങ്ങനെയാണ് ഉണ്ടായത്? കാസ എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നതിൻ്റെ മൂലകാരണം ഇതുപോലൊരു ലവ് ജിഹാദ് അല്ലേ? സ്വന്തം മകൾക്ക് ഏർപ്പെട്ട പ്രശ്നത്തിൽ നിന്നാണ്, ഒരു പിതാവും കൂടെ ചേർന്നിട്ടാണ് കാസ രൂപപ്പെടുന്നത്, ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന്. അപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഇത്തരത്തിൽ മതം മാറ്റി കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. രജിസ്റ്റർ മാരേജ് ചെയ്തവർ കഴിഞ്ഞതിന് ശേഷം അവർ മതം മാറുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക. ചിലരാണെങ്കിൽ അമ്പലത്തിൽ 2 മതത്തിലുള്ളവർ കെട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളിൻ്റെ മതത്തിലേക്കുള്ള വിചാരങ്ങളിലേക്ക് മറ്റുള്ളവർ മാറും. അങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങളുണ്ട്. ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിക്കുമ്പോൾ മുസ്ലിമായി തന്നെ പിന്നെ അങ്ങോട്ട് മാറുന്നു, തിരിച്ച് ഹിന്ദുവായി മാറുന്നു. അങ്ങനെ അവർ സൗഹൃദത്തിലേക്ക് കഴിയും. പക്ഷേ ഇത് വളരെ പർപ്പസായി റൂം അടച്ചിട്ട് ഇടിച്ച് പെൺകുട്ടിയെ തല്ലി, പെൺകുട്ടി മതം മാറിയില്ലെങ്കിൽ കല്യാണം നടത്തൂല്ല എന്ന് പറയുകയും മതം മാറ്റണമെന്ന് പറഞ്ഞ് തല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ, എന്താണ് ആ ബാപ്പ? ഇത് ഏത് ബാപ്പ, ഏത് ഉമ്മ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പം നിങ്ങൾക്ക് അങ്ങനെയാണോ നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടത്? കാലം മാറി എന്ന് വാപ്പമാരും ഉമ്മമാരും മനസ്സിലാക്കുക. നിങ്ങളുടെ മക്കളും മറ്റുള്ള മതത്തിൽപ്പെട്ട ഏതെങ്കിലും മക്കളുമൊക്കെ തമ്മിൽ ബന്ധമാണെങ്കിൽ അവർ രജിസ്റ്റർ വിവാഹം ചെയ്ത് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോളൂ. പക്ഷെ അതിനു പകരം മതം മാറ്റമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുന്നവർക്ക് ബലം കൊടുക്കുന്നതാണ് ഈ വാർത്തകൾ. ഒരു കാരണവശാലും അത് അനുവദനീയമല്ല. നിങ്ങളതിന് വേണ്ടത് ചെയ്യുക. നമുക്കിവിടെ മതം എന്ന യാഥാർത്ഥ്യം സത്യമായി ജാതി നിൽക്കുമ്പോൾ അതിനതീതമായി കുട്ടികൾ ചിന്തിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് പകരം അവരെ മതത്തിലേക്ക് മാറ്റിയെടുത്തില്ലെങ്കിൽ കൊന്നുകളയുമെന്നും അല്ലെങ്കിൽ പോയി ചത്തോളാനും ഒക്കെ പറയുന്ന രീതി വളരെ ശോചനീയമാണ്, പരിതാപകരമാണ്, നിഷേധാത്മകമാണ്, നിഷേധിക്കേണ്ട വിഷയമാണ്.
ഒരു കാരണവശാലും ഒരു പുരോഗമന സംവിധാനത്തിൽ ഒരു ജനതയ്ക്ക് ചേർന്നതല്ല. അതുകൊണ്ട് കോതമംഗല സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. ഇനിയും ഒരു സോനയെ കൊടുക്കാൻ നമുക്കില്ല. ഹിന്ദുമതത്തിന് ഒട്ടുമില്ല, ക്രിസ്ത്യമതത്തിനും തീരെ തന്നെയില്ല.